കേരളത്തിലേക്ക് ലഹരിയുടെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എക്സൈസിന്റേതായി വരുന്ന വാർത്തകളും വളരെയധികം ഞെട്ടിക്കുന്നതാണ്. കേരളത്തിലെ മനസാക്ഷി ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടിരുന്നത്. ഒരു പെൺകുട്ടിയെ, 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഭക്ഷണവും വാസസ്ഥലവും അല്ലെങ്കിൽ താമസിക്കാൻ ഇടവും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയും ലഹരി നൽകിക്കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുകയും പിന്നീട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 4000 രൂപ കയ്യിൽ നൽകിക്കൊണ്ട് ബീച്ചിൽ ഇറക്കി വിടുന്ന ഒരു രീതി. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം ഈ ഒരു എക്സൈസിന്റെ ഒക്കെ ഈ പറയുന്ന സമ്മതം മൂളൽ തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം കേരളത്തില്, അതായത് കോഴിക്കോട് ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് കേരള മനസാക്ഷിയെ തന്നെ അവർ മോശമായി ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ്. ഒരു പെൺകുട്ടി വീട് വിട്ട്, അതായത് വീട്ടുകാരുമായി വിഷയമുണ്ടായി പിണങ്ങിയിറങ്ങുന്നു. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയായിട്ടില്ല. ബീച്ചിലേക്ക് പോകുന്നു, കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിൽ വെച്ച് രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് കിടക്കാൻ വീടില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് രണ്ടും തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതും ലഹരി കൊടുത്ത് പീഡിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇതിനകത്ത് അതിനുശേഷം ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് 4000 രൂപയും കയ്യിൽ കൊടുത്തിട്ട് കോഴിക്കോട് ബീച്ചിൽ ഇറക്കി വിട്ടു എന്ന് പറയുന്നതാണ്. അതിനുശേഷം ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും കുടുംബം വന്ന് ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു കൊച്ചിയിൽ വെച്ച് ഒരു പെൺകുട്ടി പോലീസിന്റെ ജീപ്പ് ചില്ല് തകർത്തടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇനി അടുത്ത ന്യൂ ഇയർ വരാൻ പോവുകയാണ്. കൊച്ചിയിലേക്ക് ഒഴുകുന്ന ലഹരി വേട്ട, രാസലഹരി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് ചുക്കാൻ പിടിക്കുന്നതും അല്ലെങ്കിൽ ഇതിന് പ്രൊട്ടക്ഷൻ നൽകുന്നതും ഇത്തരത്തിൽ ലഹരിയെ കൺട്രോൾ ചെയ്യേണ്ട ഈ പറയുന്ന പോലീസുകാരാണെങ്കിലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കുമെന്ന് തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വരുന്ന വാർത്തകൾ എത്തി വെച്ച് നോക്കൂ. എക്സൈസ് ബാറുകളിൽ നിന്നും കമ്മീഷൻ വാങ്ങിക്കുകയാണ്. എന്തിനാണ്? മദ്യം അനധികൃതമായിട്ട് കൊടുക്കുന്നതിന് എക്സൈസ് ബാറുകളിൽ നിന്നും അനധികൃതമായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവിടെ നടക്കുന്ന ലഹരി വേട്ടയിൽ അല്ലെങ്കിൽ ലഹരി കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിയിലെ ഭൂരിഭാഗവും ഇവിടുത്തെ എക്സൈസുകാർ കമ്മീഷൻ പറ്റിയിട്ടാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത്. നമ്മൾ കൊച്ചിയെ കുറിച്ച് പറയുന്നു. കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത്. ആഘോഷങ്ങളുടെ പേരിൽ അത്രയും സജീവമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല ആളുകളും ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ആദ്യം ആലോചിക്കുന്നു കൊച്ചിയിലേക്ക് പോയാലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചിട്ടാണ്. ജനക്കൂട്ടവും തിരക്കുകളാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ന്യൂ ഇയർ അടുക്കുന്നതിന് മുമ്പുള്ള ഈ ദിവസങ്ങളിൽ തന്നെ വളരെയധികം തിരക്കുകളാണ്. പക്ഷെ ഈ ദിവസങ്ങളിൽ കൊച്ചിയിലേക്ക് വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ലഹരി മരുന്ന് എന്ന് പറയുന്നത് നമ്മളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് യഥാർത്ഥത്തിലുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വൻ ഡിമാൻഡാണ്, വൻ ഉയർച്ചയാണുള്ളത്. ഇതിൽ ഭൂരിപക്ഷ പങ്കും വഹിക്കുന്നത് ഇവിടുത്തെ എക്സൈസും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും തന്നെയാണ്. ഈ ചെയിനെ കട്ട് ചെയ്യാൻ, വലിയ വലിയ രാസലഹരി പാർട്ടികളെ കട്ട് ചെയ്യാൻ ഇവിടുത്തെ പോലീസുകാർക്ക് കഴിവില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് കേരള സർക്കാർ നിർമ്മിക്കുന്ന ബ്രാൻഡിക്ക് പേരും ലോഗോയും നിർദ്ദേശിക്കാം, സമ്മാനം 10000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് ഇപ്പം ഹാൻസ് പോലെയുള്ള പലതരം ഈ പുകയില ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു സമയത്ത് ഇതൊക്കെ ലീഗലായിരുന്നു എന്നുള്ളതാണ്. സർക്കാർ എല്ലാം ശരിയാകും, കള്ളം പറയുന്നവരെ തിരിച്ചറിയുക, അതാണ് ഈ സമയത്ത് അതിന് പറ്റിയൊരു കള്ളൻ പറയുന്നവരെ തിരിച്ചറിയുന്ന മദ്യക്കുപ്പി. അതാണ് അതിനിടാൻ പറ്റിയ പേര്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പേര് കൊടുക്കണം. കള്ളം പറയുന്നവരെ തിരിച്ചറിയുക, അതിന് പറ്റിയ മദ്യക്കുപ്പിയാണ്. പാണ്ടിപ്പടയില് ഇന്ദ്രൻസിന് മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇന്ന് നീ എന്തൊക്കെയാ മോഷ്ടിച്ചെന്ന് പറയിപ്പിക്കത്തില്ലേ, അതുപോലെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും സഖാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ആരാണ് ഇവിടെ മദ്യനയം കൊണ്ടുവന്നതെന്നും ഇത്രത്തോളം ബാറുകൾ കേരളത്തിൽ സജീവമാക്കിയതും ആരാണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഇപ്പോൾ മദ്യത്തെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യം. മദ്യത്തെ പറ്റിയല്ല പറയുന്നത്. മദ്യം ഒരു ലഹരി ആണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലും ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ ഇതെല്ലാം മദ്യം ഉപയോഗിച്ചതിന്റെ പേരിൽ തന്നെയാണ് വരുന്നത്. മറ്റുള്ള ലഹരിയേക്കാൾ കൂടുതൽ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ യുവത്വ കാലത്ത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, വലിയ രീതിയിൽ അവനെ നശിപ്പിക്കാൻ കഴിവുള്ള മാരകമായിട്ടുള്ള രാസലഹരികൾ, നമ്മൾ പോലും പേര് കേട്ടില്ല അല്ലെങ്കിൽ കേരള സമൂഹവും ഇന്ത്യയോ പേര് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്ര ഡോസ് കൂടിയ ലഹരി മരുന്നുകൾ, ഇതിന്റെ എല്ലാ ഉപയോഗം കേരളത്തിൽ കൂടി വരികയാണ്. കേരളത്തിലെ പല തെരുവുകളിലും ഇത് വാങ്ങാൻ കിട്ടും. ഇത് ഇവിടുത്തെ കേരളത്തിലെ പോലീസിനോ എക്സൈസിനോ ഒന്നും അറിയേണ്ട ഒരു കാര്യമില്ല. കൊച്ചിയിലെ പോലീസ് ആണെങ്കിലും
എക്സൈസ് ആണെങ്കിലും ഇതൊന്നും അന്വേഷിക്കാൻ പോകാറുമില്ല. അല്ല, അതൊന്നും കാരണം അതിന്റെ പ്രധാനപ്പെട്ട ഇപ്പോ ഈ ഒരു വിഷയം അന്വേഷിച്ചു പോയാൽ തന്നെയും ഇതിൽ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടിരുന്നു കൊച്ചിയിൽ നടത്തുന്ന അനധികൃതമായി നടത്തുന്ന സ്പായുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെ പലതവണ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ലഹരി വേട്ട ഏതെങ്കിലും പോലീസുകാർ നടത്തിയതായിട്ട് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരിടയ്ക്ക് വെച്ച് ഇത്തരത്തിലുള്ള വിഷയമുണ്ടായി. അതായത് അന്നൊരു പെൺകുട്ടി പോലീസിന്റെ ജീപ്പിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നതിന്റെ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്ര ലഹരി വേട്ടകൾ നടത്തി പോലീസ്, കേരള പോലീസും കേരള എക്സൈസും കൂടെ ഇടപെട്ട് എത്ര ലഹരി വേട്ടകൾ, എനിക്കൊന്ന് ഒരുപാട് കോടിയുടെ ലഹരി വേട്ട നടത്തി. ന്യൂ ഇയർ ആണ്, ഏറ്റവും കൂടുതൽ ലഹരി വരുന്ന സമയമാണ്. ഈ സമയത്ത് ഇവിടുത്തെ കേരള പോലീസിനോ എക്സൈസിനോ ലഹരി വേട്ട നടത്താൻ കഴിവുണ്ടോ? അല്ലെങ്കിൽ അവര് അതിൻ്റെ ഒരു വാർത്ത പുറത്തുവിടാൻ? ഈ സമയത്ത് അത്തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ആളുകളൊന്നും പാനിക്കാവും, ഇതിന്റെ ഉപയോഗമെങ്കിലും കുറയും. ഇതിന്റെ ചെയിനുകളെ കട്ട് ചെയ്യാനും ഇത് കണ്ടെത്തി കൃത്യമായിട്ട് അതിനൊരു മാർഗനിർദ്ദേശം കൊടുക്കാനും ഇവിടുത്തെ കേരള പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ വലിയ ആപത്താണ്. കേരള പോലീസിനെ ആണെങ്കിലും എക്സൈസിനാണെങ്കിലും നാണം കെടുത്തുന്ന രീതിയിൽ നമ്മൾ അവർ എഫിഷ്യന്റ് അല്ല എന്നൊന്നും പറയരുത്. അവർക്ക് എഫിഷ്യൻസ് ഉണ്ട്, കഴിവുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടുന്ന ശക്തി പകരാൻ ഇവിടുത്തെ സർക്കാരിനാണെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കാണെങ്കിലും കഴിയുന്നില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒന്ന്, ചിലപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നത് ചിലപ്പം ഉന്നതനെ ആയിരിക്കും. ആ ഉന്നതനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കൈകൾ അതിന്റെ പുറകിലേക്ക് വരും. ആ കൈകളെ താങ്ങാനുള്ള ശേഷി ഇവിടുത്തെ പോലീസിനാണെങ്കിലും എക്സൈസിനാണെങ്കിലും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ പുറത്തേക്ക് അറിയാത്തത്. വലിയ ലഹരി വേട്ടകൾ പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും നോട്ടമിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരെ പിടിക്കണമെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനം വിചാരിക്കണം. സർക്കാരിനൊരു ആർജവമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ലഹരി ഉപയോഗം കൂടി വരുന്നത്. സർക്കാർ കൃത്യമായിട്ടൊരു മാർഗനിർദ്ദേശം ഇറക്കുകയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട്. ന്യൂ ഇയർ ആണ്, നിങ്ങൾ മദ്യപിക്കാതെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാതെ ന്യൂ ഇയർ ആഘോഷിക്കുക എന്നൊരു സർക്കുലർ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ശിക്ഷ ഉണ്ടാകും എന്നൊരു സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അതിനൊരു ബോധവൽക്കരണമായിട്ട് എത്തിക്കഴിഞ്ഞാൽ. പക്ഷെ ഇതിനൊന്നും സർക്കാരിന് ഇവിടെ സമയമില്ല. ഇത് സപ്ലൈ ചെയ്യുന്ന ചെയിനുകൾ പലപ്പോഴും ചെല്ലുമ്പോൾ ഇവിടെ പോലീസുകാരെയാണ് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എക്സൈസിലെ ഉദ്യോഗസ്ഥരെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നടത്തുന്ന ഇവിടെ നടത്തുന്ന ലഹരി പാർട്ടികൾ, ഇവിടെ നടത്തുന്ന ലഹരി കേന്ദ്രങ്ങൾ, ഇതൊക്കെയാണ് കേരള പോലീസിനെ ആണെങ്കിലും എക്സൈസിനെ ആണെങ്കിലും നാണം കെടുത്തുന്നത്. ഈ നാണക്കേടിൽ നിന്നും കരകയറണമെങ്കിൽ ഈ വർഷമെങ്കിലും കൃത്യമായിട്ട് പോലീസും ഇവിടുത്തെ എക്സൈസ് സംവിധാനങ്ങളും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കഴിയൂ. കാരണം ഇത്തരത്തിലുള്ള ദിനം പ്രതി എത്ര വാർത്തകളാണ് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വരുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു തൃശ്ശൂർ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞിട്ട് 16 വയസ്സുള്ള പയ്യൻ കൊല്ലുന്നൊരു സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോൾ കഴിഞ്ഞ തവണ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാഴ്ച കാലം അന്നത്തെ ആക്രമണങ്ങളായിരുന്നു. ന്യൂ ഇയറിന് അല്ലെങ്കിൽ ആ ന്യൂ ഇയർ സമയങ്ങളിൽ ഉപയോഗിച്ച ലഹരിയുടെ ആഫ്റ്റർ എഫക്റ്റുകൾ കാണിക്കുന്ന ഓരോ വാർത്തകളാണ്. ഇനി അടുത്ത ന്യൂ ഇയറിന് നമുക്ക് കാണാൻ പോകുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയായിരിക്കും. ഇത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ഇവിടുത്തെ പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും സർക്കാർ സംവിധാനങ്ങളാണെങ്കിലും എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്.